നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഷാർജ രാജകുടുംബത്തിലുണ്ടായ ഒരു ദുഃഖവാർത്തയാണ് നമുക്ക് വരുന്നത്. 3 ദിവസത്തേക്ക് ദുഃഖാചരണം അടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലേക്ക് കടക്കാം. ഷാർജ രാജകുടുംബാംഗം ഷെയ്ഖ് സുൽത്താൻ ബിൻ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമി അന്തരിച്ചതായി സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ കാര്യാലയം അറിയിച്ചു. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഷാർജ കിങ് ഫൈസൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അൽ ജബീൽ സെമിത്തേരിയിൽ ഖബറടക്കും. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഷാർജയിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാർജയിലെ അൽ റുമൈല പ്രദേശത്തുള്ള ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മജ്സിലിൽ അനുശോചനം അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. അവധിയല്ല, പ്രഖ്യാപിച്ചിരിക്കുന്ന ദുഃഖാചരണമാണ്. ഇനി നമുക്ക് നമ്മുടെ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കാം. ഇടപ്പള്ളി ലുലു മാൾ സന്ദർശിച്ച ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി. കൊച്ചിയിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഉച്ചകോടിക്കെത്തിയ അദ്ദേഹം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയുടെ ക്ഷണപ്രകാരമാണ് ലുലു മാൾ സന്ദർശിച്ചത്. ന്യൂജേഴ്സി ലുലുവിന്റെ വാണിജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന അദ്ദേഹം യൂസഫ് അലിയുടെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിക്ക് ഒപ്പം ബഗി വാഹനത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യൂസഫ് അലി തന്നെയാണ് ഓടിച്ചിരുന്നത്. ലുലു മാളിലെത്തിയ ഫിലിപ്പ് മർഫിയെയും ഭാര്യ താമി മർഫിയെയും യൂസഫ് അലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ എം.എ. നിഷാദ്, ലുലു കൊച്ചി ഡയറക്ടർ സാദിഖ് കാസിം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഫിലിപ്പ് മർഫിയ ബഗി വാഹനത്തിൽ കയറ്റി യൂസഫ് അലി തന്നെ ലുലു മാളിലെ ഷോപ്പുകളെല്ലാം തന്നെ ചുറ്റിക്കാണിച്ചു കൊടുത്തു. ഡ്രൈവർ സീറ്റിൽ ലുലു ഗ്രൂപ്പ് മേധാവി ഇരുന്നപ്പോൾ കണ്ടുനിന്നവർക്കെല്ലാം കൗതുക കാഴ്ചയായി. വാഹനത്തിൽ ഫിലിപ്പ് മർഫിക്കും ഭാര്യയ്ക്കുമൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് അൽത്താഫും ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിക്കൊപ്പം ബഗി വാഹനത്തിൽ പോയ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ച ഫിലിപ്പ് മർഫി ലുലു സ്റ്റോറിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും കണ്ട് വിലയിരുത്തി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന ദൈനംദിന ഉൽപ്പന്നങ്ങൾ, ഫ്രഷ് ഫുഡ് എന്നിവയെല്ലാം അദ്ദേഹം നോക്കിക്കണ്ടു. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോളിൽ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടപ്പോൾ താമി മർഫിക്ക് കൗതുക കാഴ്ചയായി. ഇരുവരും അമേരിക്കൻ ആപ്പിൾ സ്റ്റാളും സന്ദർശിച്ചു. ഇവിടെ നിന്ന് ആപ്പിളും ഭക്ഷിച്ച ശേഷമാണ് ലുലു ഫൺടൂറ അടക്കമുള്ള മാളിലെ മറ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് കേരളത്തിന്റെ ഭക്ഷണ വൈവിധ്യത്തെ ഫിലിപ്പ് മർഫി പ്രത്യേകം പ്രശംസിക്കുകയും ഒക്കെ ചെയ്തത്. 95ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ സൗദി അറേബ്യ 1932 സെപ്റ്റംബർ 23-ന് ആധുനിക സൗദി അറേബ്യ രൂപീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും വ്യത്യസ്ത ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ദേശീയ പതാകകളും രാഷ്ട്രപിതാവ് അബ്ദുൽ അസീസ് അൽ സൗദ്, ഭരണാധികാരി സൽമാൻ രാജാവ്, കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുടെ ഫോട്ടോകൾ പതിച്ച് അലങ്കരിച്ച കാറുകളുമായി തെരുവിലിറങ്ങിയ ജനങ്ങളും ആഘോഷം അവിസ്മരണീയമാക്കുകയാണ്. കര, നാവിക, വ്യോമസേനകളുടെ അഭ്യാസ പ്രകടനം, വെടിക്കെട്ട്, ലേസർ ഷോ, സംഗീത കച്ചേരി തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 14 നഗരങ്ങളിലായി ഇന്ന് രാത്രി 9-ന് കരിമരുന്ന് പ്രയോഗങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നജ്റാനിലെ കിങ് സൗദ് പാർക്കിൽ നാളെയും വെടിക്കെട്ടുണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി നടന്ന എയർ ഷോയിൽ പോർ വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും അണിനിരന്നു. പ്രധാന വീതികളിലെല്ലാം വർണ്ണദ്വീപങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരവധി സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ലഭിച്ച പൊതു അവധി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ്. സൗദിയുടെ തെരുവുകളെല്ലാം ഹരിതവർണ്ണമായി. കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ദേശീയ പതാകയും എല്ലാം തോരണങ്ങളാലും ഒക്കെ തന്നെ അണിനിരന്നിരിക്കുകയാണ്. ഭരണാധികാരികളുടെ ഫോട്ടോകളും നഗരത്തിലെങ്ങും ഉയർന്നു. മേൽപ്പാലങ്ങളിലും റോഡിലെ വിളക്കുകാലുകളിലും ആയിരക്കണക്കിന് ഹരിത പതാകകൾ പാറിപ്പറക്കുകയാണ്. രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യകളിലും ഇന്ന് രാത്രി ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് ജനറൽ ദി എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി ആലു ഷെയ്ഖ് അറിയിച്ചിട്ടുണ്ട്. റിയാദിൽ ബൻബാൻ പ്രദേശത്തും ജിദ്ദയിൽ ആർട്ട് പ്രൊമനേഡിലും യാച്ച് ക്ലബിലും ദമാമിലെ കടൽത്തീരത്തും മദീനയിൽ കിങ് ഫഹദ് സെൻട്രൽ പാർക്കിലും ഹായിലിൽ അൽസലാം പാർക്കിലുമായിരിക്കും വെടിക്കെട്ട്. അറാറിൽ പബ്ലിക് പാർക്ക്, സ്കാക്കയിൽ പ്രിൻസ് അബ്ദുൽ ഇല കൾച്ചറൽ സെന്റർ, അബഹയിൽ അൽമദൽ പാർക്ക്, സെലിബ്രേഷൻ സ്ക്വയർ, അൽബാഹയിൽ പ്രിൻസ് ഹുസാം പാർക്ക്, താബുക്കിൽ സെൻട്രൽ പാർക്ക്, ബുറൈദിൽ കിങ് അബ്ദുല്ല നാഷണൽ പാർക്ക്, ജിസാദിൽ നോർത്തേൺ കോർണിഷ്,
തായിഫിൽ അൽ റുദഫ് പാർക്ക് എന്നിവിടങ്ങളിലും വെടിക്കെട്ട് നടക്കും. നിയമങ്ങൾ പാലിച്ചാകണം ആഘോഷങ്ങളെന്നും അത് വിടരുതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ പതാകയെ അപമാനിക്കുന്നവർക്ക് 1 വർഷം വരെ തടവും 3000 റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്താൽ 1 വർഷം വരെ തടവോ 5 ലക്ഷം റിയാൽ വരെ പിഴയോ ലഭിക്കും. മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കൽ, അപകീർത്തികരമായ വാക്കുകൾ അടങ്ങിയ വസ്ത്രം ധരിക്കൽ തുടങ്ങി പൊതുമര്യാദ നിയമം ലംഘിക്കുന്നവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. സ്ഥാപനങ്ങളിൽ ആദായ വിൽപ്പന ഉണ്ടാകും. സൗദി എയർലൈൻസ്, ഫ്ലൈ അദീൽ എന്നീ എയർലൈനുകൾ 100 റിയാൽ താഴേക്കുള്ള നിരക്കിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സുരക്ഷിതരായിരിക്കുക, ഒപ്പം അതിരുവിടരുത് എന്ന് പറഞ്ഞു. എല്ലാ ആഘോഷങ്ങളും നമ്മളുണ്ട്, പക്ഷേ അതിരുവിട്ടുള്ള ആഘോഷങ്ങൾ അത് നടക്കാൻ പാടുള്ളതല്ല. നടന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഭാവിയിൽ GCC, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ ഇന്ത്യയിലെ 16,000-ലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യമുണ്ട്. താങ്ങാനാവുന്ന പ്രീമിയം ആകർഷണമാണ്. പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേരളം നൽകുന്ന പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് ഈ പദ്ധതിയെന്ന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. 150 കോടി രൂപ ചെലവഴിച്ച് 20 പദ്ധതികൾ പ്രവാസികൾക്കായി നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തെ സഹായിക്കാൻ പ്രാപ്തിയുള്ള പ്രവാസി കൂട്ടായ്മയാണ് ഇന്നുള്ളതെന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അബുദാബിയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയായ MS സുസ്മേഷ് നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണനിൽ നിന്ന് പദ്ധതിയുടെ ആദ്യ കാർഡ് സ്വീകരിച്ചു. മൊബൈൽ ആപ്പ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് ഡയറക്ടർ OB മുസ്തഫ, പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ P. ലിലീസ്, അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് MD ന്യൂ ഇന്ത്യൻ അഷുറൻസ് MD ഗിരിജ സുബ്രഹ്മണ്യൻ, ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് MD ബാബു ജോർജ്, നോർക്ക സെക്രട്ടറി S. ഹരികിഷോർ, CEO ആയിട്ടുള്ള അജിത് കോളാശ്ശേരി തുടങ്ങിയവരൊക്കെ തന്നെ പ്രസംഗിച്ചിരുന്നു. യുവ സംരംഭകരെ പരിശീലിപ്പിക്കുന്നതിനായുള്ള പുതിയ ദേശീയ ക്യാമ്പയിന് തുടക്കമിട്ട UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദി എമിറേറ്റ്സ്, ദ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ 10,000 യുവ സംരംഭകർക്ക് പരിശീലനം നൽകും. പൊതു സ്വകാര്യ മേഖലകളിലെ 50-ലധികം സ്ഥാപനങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. പുതിയ സംരംഭമായ സ്റ്റാർട്ടപ്പ് എമിറേറ്റ്സ് ന്യൂ ഇക്കോണമി അക്കാദമിയുമായി സഹകരിച്ച് സൗജന്യ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ നൽകുകയും യുവാക്കളെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. സ്വന്തമായി കമ്പനികൾ തുടങ്ങാൻ യുവാക്കളെ സഹായിക്കുക, അതുവഴി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും രാജ്യത്തിന്റെ വികസനത്തിൽ സംഭാവന നൽകാനും അവരെ പ്രാപ്തരാക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സംരംഭകത്വ പരിപാടിയിലൂടെ 10,000 എമിറാത്തി യുവാക്കൾക്ക് സംരംഭകത്വത്തെക്കുറിച്ചും ഉള്ള അടിസ്ഥാനപരമായ അറിവും പ്രായോഗിക കഴിവുകളും ലഭിക്കും. തുടക്കക്കാർക്കായുള്ള ഒരു ട്രാക്കും ബിസിനസ് സ്ഥാപിക്കുന്നത് മുതൽ സുസ്ഥിരമായ വളർച്ചയും ആഗോളതലത്തിൽ വ്യാപിക്കുന്നതും വരെയുള്ള അതായത് ഈ ആഗോളതലത്തിൽ ഈ ഒരു വളർച്ച വ്യാപിക്കുന്നത് വരെയുള്ള മുഴുവൻ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു അഡ്വാൻസ്ഡ് ട്രാക്കും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യുവാക്കൾ സ്വന്തമായി കമ്പനി ഉണ്ടാക്കി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കരുത്താകണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറയുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വളരാൻ പലർക്കും കഴിവുണ്ട്, പക്ഷെ വളരാനുള്ള അവസരമില്ലാത്തതാണല്ലോ പലയിടത്തും കുഴപ്പം, പ്രശ്നം. എന്തായാലും ആ ഒരു അവസരമാണ് ഇവിടെ വരുന്നത്. 1ഉം 2ഉമല്ല 10,000 യുവാക്കൾക്കാണ്. പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന വിവരമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ രൂപ സർവകാല റെക്കോർഡ് ഇടിവിൽ. നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് ഇപ്പോൾ വലിയ ലാഭം കിട്ടും. രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കുമെന്നും വാർത്തകളുണ്ട്. ഇത് പക്ഷേ ശരിക്കു പറഞ്ഞാൽ രൂപയ്ക്ക് നല്ലതല്ല, ഇന്ത്യക്കും നല്ലതല്ല. പക്ഷെ പ്രവാസികൾക്ക് ഇതൊരു നല്ല വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മൂല്യം കുറയുമെന്ന് കരുതി ചില പ്രവാസികൾ കാത്തിരിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാരം പ്രതിസന്ധിയിലായതോടെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയാൻ തുടങ്ങിയത്. ഡോളറിനെതിരെ 88.45 ആയി രൂപ വീണു. ഇത്രയും വലിയ ഇടിവ് രൂപ രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും മൂല്യം ഇടിയുമെന്നാണ് വിവരം. പ്രവാസികൾക്കുള്ള മറ്റൊരു മധുരം എന്താണ് എന്ന് പറയാം. രൂപയുടെ മൂല്യം ഇടിയുന്ന വേളയിൽ തന്നെയാണ് നാട്ടിൽ GST നിരക്ക് കുറച്ചിരിക്കുന്നതും. ഇതോടെ പല വസ്തുക്കൾക്കും വില കുറഞ്ഞിട്ടുണ്ട്. വസ്തുക്കൾക്ക് വില കുറയുകയും കയ്യിൽ കൂടുതൽ പണം വരികയും ചെയ്യുന്നു എന്നതാണ് പ്രവാസികൾക്ക് 2 വഴി നേട്ടം കിട്ടാൻ കാരണം. ഇൻഷുറൻസിനുള്ള GST പൂർണ്ണമായും ഒഴിവാക്കിയതും നേട്ടമാണ്. തിരിച്ചടി ലഭിക്കുക ഉണ്ട്. അതായത് നമുക്കറിയാം നേട്ടം എപ്പോഴുണ്ടായ ഒരു കോട്ടവും ഉണ്ടാകും. അതെങ്ങനെയെന്ന് നോക്കാം. രൂപയുടെ മൂല്യം ഇടിയുന്നത് ആഭ്യന്തരമായി വലിയ തിരിച്ചടിയാണ്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില കൂടും. പ്രവാസികളെ പോലുള്ള നാട്ടിലുള്ളവർക്ക് അധിക കറൻസി മൂല്യം കിട്ടുകയുമില്ല.
പ്രവാസികൾക്കാണെങ്കിൽ കിട്ടും, പക്ഷെ നാട്ടിലുള്ളവർക്ക് അത്ര കറൻസിയുടെ മൂല്യം കിട്ടുന്നില്ല എന്നുള്ളത് ആലോചിക്കണം. GST വഴി ലഭിച്ച ഇളവ് മതിയായ നേട്ടം കൊയ്യാനാകാതെ പോകും. ഡോളർ മൂല്യം കൂടുന്ന വേളയിലാണ് സാധാരണ രൂപ മൂല്യം താഴ്ന്നിരുന്നത്. നിലവിൽ രൂപയും ഡോളറും മൂല്യം കുറയുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യയുടെ കയറ്റുമതി പ്രധാനമായും അമേരിക്കയിലേക്കായിരുന്നു. 50% ചുങ്കം ഉയർത്തിയതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നടക്കാതെയായി. വ്യാപാര ചർച്ച അമേരിക്കയിൽ നടന്നുവരുന്നു. അടുത്ത മാസം ചില ധാരണകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് വിവരം. എന്നാൽ അതുവരെ വലിയ പ്രതിസന്ധി നേരിടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരിടത്ത് ആശ്വാസമെങ്കിൽ മറുവശത്ത് നമുക്ക് ദുഃഖിക്കേണ്ട. കാരണം രൂപയുടെ മൂല്യം കുറയുക എന്നുള്ളത് നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രണ്ട് നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു അവസരങ്ങളൊക്കെ തന്നെ പ്രധാനമായും ഉപയോഗപ്പെടുത്തുക. ഒപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഒരു പതിറ്റാണ്ടിലേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ 95ാമത്തെ വർഷമാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷത്തിലും അവധിയും ഒക്കെയാണ് നടക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.